കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സോണൽ കൺവെൻഷൻ വടക്കാഞ്ചേരി കോഓപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ നടന്നു. ചേലക്കര, വടക്കാഞ്ചേരി, കുന്നംകുളം, ഗുരുവായൂർ കമ്മിറ്റികളുടെ സംയുക്ത സമ്മേളനം ജില്ലാ പ്രസിഡന്റ് ടി.ഡി. സുഭാഷ് പതാക ഉയർത്തിയതോടെയാണ് ആരംഭിച്ചത്. തുടർന്ന് നടന്ന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേറ്റ് കമ്പനികളോട് മുഖാമുഖം നിന്ന് പോരാടിയാണ് സാധാരണക്കാർ ഉൾപ്പെടെയുള്ള ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ നിരക്കിൽ സേവനങ്ങൾ നൽകി സിഒഎ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കുത്തക കമ്പനികളുടെ അനിയന്ത്രിത കടന്നുകയറ്റവും ഇടയ്ക്കിടെയുള്ള പേ ചാനൽ വൈദ്യുതി നിരക്ക് വർധനവും കേബിൾ ടിവി വ്യവസായത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടെന്നും പ്രവീൺ മോഹൻ പറഞ്ഞു. കേരളം നിക്ഷേപ സമാഹരണം നടത്തുന്ന കാലഘട്ടത്തിൽ യാതൊരു ഉപാധികളുമില്ലാതെ കോടികളുടെ നിക്ഷേപമാണ് സിഒഎ സംസ്ഥാനത്ത് നടത്തിയിട്ടുള്ളത്. 10,000-ങ്ങൾക്ക് തൊഴിൽ നൽകാനും സിഒഎയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 50 ലക്ഷം രൂപ നൽകിയ സിഒഎ പുനരധിവാസ പദ്ധതിയിലേക്ക് 50 ലക്ഷം രൂപ നൽകുന്നുണ്ട്. സംസ്ഥാനത്തിന് ഗുണകരമാകുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്ന കേബിൾ ടിവി ഓപ്പറേറ്റർമാരെ സഹായിക്കാൻ മാറി മാറി വരുന്ന സർക്കാരുകൾ തയ്യാറാകാത്തത് ഖേദകരമാണ്. കേബിൾ ടിവി ഓപ്പറേറ്റർമാരെ ദ്രോഹിക്കുന്ന കെഎസ്ഇബിയുടെ നിലപാടിനെതിരെ ശക്തമായ സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്നും പ്രവീൺ മോഹൻ പറഞ്ഞു. സിഒഎ ജില്ലാ പ്രസിഡന്റ് ടി.ഡി. സുഭാഷ് അധ്യക്ഷത വഹിച്ചു. സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗം പി.എം. നാസർ, കെസിസിഎൽ എം.ഡി. പി.പി. സുരേഷ് കുമാർ, ന്യൂസ് മലയാളം ചാനൽ ഡയറക്ടർ സുധീഷ് പട്ടണം, കേരള വിഷൻ എം.ഡി. ജയപ്രകാശ്, സംസ്ഥാന കമ്മിറ്റി അംഗം ബൈജു സി.എ, ജില്ലാ എക്സിക്യൂട്ടീവ് കൺവീനർ ജേക്കബ് ജെറോം എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി പി. ആന്റണി, ജില്ലാ ട്രഷറർ സി.ജി. ജോസ്, ജില്ലാ വൈസ് പ്രസിഡന്റ് ജോർജ് ലിയോ എന്നിവർ വിവിധ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു. ടി.സി.വി. ന്യൂസ്, വടക്കാഞ്ചേരി.